ബി ജെ പിയുടെ പ്രചരണങ്ങൾ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ബി ജെ പി എത്രത്തോളം കേരളത്തിൽ, ഞാൻ തൃശ്ശൂരിലെ കാര്യം മാത്രമല്ല, കേരളത്തിൽ എത്രത്തോളം പുറകെ പോയി ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു എന്ന് ബോധ്യമാകുന്ന തെരഞ്ഞെടുപ്പായിരിക്കും. ഒരു പ്രചരണം കൊണ്ടും കേരളത്തിലെ ജനങ്ങൾക്ക് ബി ജെ പിയെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. അത് SIR-മായി ബന്ധപ്പെട്ട ഇതുവരെയുള്ള പ്രവർത്തനങ്ങളുടെ ഒരു വിലയിരുത്തൽ യോഗം ഇന്ന് DCC ഓഫീസിലുണ്ടായിരുന്നു. KPCC ചാർജ് കൊടുത്ത KPCC ജനറൽ സെക്രട്ടറിമാരും DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ അതിനകത്ത് പങ്കെടുത്തു. ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ, SIR-ൻ്റെ തൃശ്ശൂരിലെ പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇനിയുള്ള പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ഡിസംബർ 16-ന് ഡ്രാഫ്റ്റ് വരുന്നതോടുകൂടി അതുമായി ബന്ധപ്പെട്ട് പിന്നീടുള്ള ഒരു മാസക്കാലത്തെ പ്രവർത്തനങ്ങൾ നടത്തുന്ന കാര്യങ്ങളെക്കുറിച്ചും ആലോചിച്ചു. അതിനാവശ്യമായ ക്രമീകരണങ്ങളും നടത്താനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് SIR-ലെ തെരഞ്ഞെടുപ്പ് സമയമാണെങ്കിലും SIR-ൻ്റെ പ്രവർത്തനങ്ങളിൽ ഒരു വീഴ്ച വരുത്തരുത് എന്നാണ് KPCC-യുടെ ശക്തമായ നിർദ്ദേശം DC-കൾക്ക് നൽകിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ DCC-കളിലും ഇതുപോലെ ഇതുവരെ നടന്ന പ്രവർത്തനങ്ങളും നടക്കാനുള്ള പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ കാര്യങ്ങൾ ചർച്ച ചെയ്തു. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും. 2010-ലാണ് UDF-ന് കേരളത്തിൽ വലിയ മുന്നേറ്റമുണ്ടായത്. തൃശ്ശൂരിലുൾപ്പെടെ വലിയ രീതിയിൽ ഏറെ പഞ്ചായത്തുകൾ വിജയിക്കാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ്. അപ്പോൾ ഈ 2010-ലെ തെരഞ്ഞെടുപ്പിനേക്കാൾ നല്ല വിജയം ഈ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ ഒരു യോഗം വിലയിരുത്തിയത്. തൃശ്ശൂരിൽ കോർപ്പറേഷൻ ഉൾപ്പെടെ തിരിച്ച് പിടിക്കാവുന്ന സാഹചര്യം ഉണ്ട്. ഇനിയുള്ള ഏതാനും ദിവസങ്ങൾ കൂടിയുണ്ട്. പ്രചരണം കൂടുതൽ ശക്തമാക്കി കഴിഞ്ഞാൽ വലിയ മുന്നേറ്റം തൃശ്ശൂരിലുണ്ടാകുമെന്നാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ. ഇപ്പോൾ ഈ BJP-യുടെ പ്രകടന പത്രികയിൽ ഒളിമ്പിക്സ് വലിയ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് തോന്നുന്നത്? ഒളിമ്പിക്സ് വരെ നിർത്തിയിട്ടാണ് അവർ പ്രചരണത്തിന് ഇറങ്ങുന്നത്. BJP-യുടെ പ്രചരണങ്ങൾ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ BJP എത്രത്തോളം കേരളത്തിൽ, ഞാൻ തൃശ്ശൂരിലെ കാര്യം മാത്രമല്ല, കേരളത്തിൽ എത്രത്തോളം പുറകെ പോയി ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു എന്ന് ബോധ്യമാകുന്ന തെരഞ്ഞെടുപ്പായിരിക്കും. ഒരു പ്രചരണം കൊണ്ടും കേരളത്തിലെ ജനങ്ങൾക്ക് BJPയെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. അത് തൃശ്ശൂർ കോർപ്പറേഷനായാലും തിരുവനന്തപുരത്തായാലും ഒക്കെ തന്നെ BJPക്ക് വലിയ തിരിച്ചടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക.